നല്ല തണുപ്പുള്ളൊരു രാവിലെ ആണെങ്കിലും സൂര്യൻ ഹാജര് വെക്കാൻ മറന്നുപോയില്ല കേട്ടോ. ഒപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരെ സ്കൂളിലൊക്കെ അയച്ച് ഞാനും മമ്മിയും കൂടെ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തീയൊക്കെ കാഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ ഇങ്ങനെ വിൻ്റർ ആയാൽ ഇതൊരു പതിവ് കാര്യമാണ് കേട്ടോ. വിറകൊക്കെ പെറുക്കി കൊണ്ടുവരിക, അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ചാരമൊക്കെ വാരി കളഞ്ഞിട്ട് ഒന്ന് അടുപ്പ് കത്തിച്ച് കുറച്ച് നേരം ഒരു സ്റ്റൂളും ഒക്കെ ഇട്ട് ആ അടുപ്പിൻ്റെ മുമ്പിൽ ഇരിക്കുക, ഒന്ന് തീ കാഞ്ഞ് ദേഹമൊക്കെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. ഇന്ന് നമുക്ക് വൈകിട്ടൊരു ഗസ്റ്റ് വരുന്നുണ്ട് വീട്ടിലെ. ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒതുക്കിയാലല്ലേ അവരുടെ ഒപ്പം ഇരുന്ന് നമുക്ക് വർത്താനമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഫ്രീസറിലിരുന്ന മീൻ തലേന്നൊന്നും എടുത്ത് വെള്ളത്തിടാൻ മറന്നു പോയതിൻ്റെ ബുദ്ധിമുട്ടാണ്. മമ്മി പറയുന്നത് ഇങ്ങനെ തണുപ്പോടാണെങ്കിൽ തൊലി കളഞ്ഞെടുക്കാൻ എളുപ്പമാണെന്നാണ്. മമ്മിക്ക് അതൊക്കെ ഒന്ന് എടുത്തു കൊടുത്തു. മമ്മി മീനൊക്കെ സെറ്റാക്കി. പിന്നെ വെറുതെ ഇരിക്കും ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഉണ്ടാക്കി ഞാനും മമ്മിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൈ ചെയ്യാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് റെഡിയായി പെട്ടെന്നൊന്ന് കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. തലേന്ന് കടയിൽ പോയപ്പം അത്യാവശ്യപ്പെട്ട 1-2 സാധനം മേടിക്കാൻ മറന്നു പോയതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഇറങ്ങേണ്ട ഒരവസ്ഥയിലായിപ്പോയി. ഏതായാലും പുറത്തിറങ്ങിയതല്ലേ, എന്നാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാവുന്നൊരു വാക്ക് കേട്ടതും നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് വിട്ടു. അതിന് ശേഷം ഇങ്ങനെ ചില തിരക്കുകളൊക്കെ ഉള്ള ദിവസം നമ്മൾ പെട്ടുപോകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ട്രാഫിക് ബ്ലോക്ക്. അങ്ങനെ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ബ്ലോക്കൊന്നും വരാറില്ല. പക്ഷേ ഇന്നലെ എന്തോ നല്ല താമസമായിരുന്നു ബ്ലോക്കിൻ്റെ അകത്തുനിന്നൊന്ന് വിട്ടിറങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പോർക്കൊക്കെ മേടിക്കണമായിരുന്നു. അതൊക്കെ ഞാൻ മേടിച്ചു. ഈ കടയിൽ വന്നാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് മുറിച്ച് തരും അവരെ. നമുക്ക് വീട്ടിൽ ചെന്ന് വലിയ പണിയൊന്നുമില്ല. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി മീൻകറി സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി മോരുകറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു. മമ്മി ക്യാബേജ് തോരന് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ മോരുകറി എടുത്ത പാടെ അത് ക്യാബേജ് അങ്ങോട്ട് വെച്ചു. അപ്പോൾ ക്യാബേജും കാര്യങ്ങളും എല്ലാം റെഡിയായി. നാളത്തേക്കിന് നമുക്ക് അപ്പത്തിനൊന്ന് അരച്ച് വെക്കേണ്ടതുകൊണ്ട് കുറച്ച് ചോറും തേങ്ങാപ്പീരയും കുതിർന്ന പച്ചരിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ബാച്ചായിട്ടൊന്ന് അരച്ച് അതും ഒന്ന് റെഡിയാക്കി ഈസ്റ്റൊക്കെ ഇട്ടൊന്ന് പുളിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി വന്നപ്പോഴത്തേക്ക് ദേ എത്തി നമ്മുടെ ആൾക്കാർ. ലിൻഡോ ചേട്ടനും ജിഷയും മോനുമാണ്. ഇവരും 2 ദിവസം നമ്മുടെ കൂടെ കാണും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബൈ ബൈ.